അന്ന് നല്ല മഴയുള്ള രാത്രിയായിരുന്നു. മലയോരത്തെ ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ മഴയിൽ ഇരുട്ടിൽ മുങ്ങിയപ്പോൾ ഗോപിക ഒറ്റയ്ക്കായിരുന്നു വീട്ടിൽ. അവൾ 24 വയസ്സുള്ള അവൾ ശാന്തസ്വഭാവമുള്ള പെൺകുട്ടിയായിരുന്നു. അടുത്തുള്ള സ്കൂളിലെ അധ്യാപിക ആയിരുന്നു. ഇരുട്ട് അവൾക്ക് ഒരുപാട് ഭയം ആയിരുന്നു. അന്ന് രാത്രി 11:47. വാതിലിനു പുറത്ത് ആരോ കതയിൽ തട്ടി. ഒരു ചെറുതായ നഖത്തിന്റെ ശബ്ദം പോലെ അവൾ കേട്ടു. ആരാ? പതിഞ്ഞ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. മറുപടിയില്ല. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴയിൽ നനഞ്ഞ് ഒരാൾ നിൽക്കുന്നതായി കണ്ടു. മുഖം വ്യക്തമായി കാണാൻ പറ്റുന്നില്ല. തൊട്ടടുത്ത നിമിഷം കറണ്ട് പോയി. വീടിനുള്ളിൽ ഇരുട്ട്. മെഴുകുതിരി കത്തിക്കാനായി അടുക്കളയിലോട്ട് പോയവൾ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. വീട്ടിനുള്ളിൽ തന്നെ ആരുടെയോ കാലടി ശബ്ദം അവൾ കേട്ടു. ഗോപികയുടെ ഹൃദയം തകർന്നു പോകും പോലെ തോന്നി. ഉടനെ തന്നെ അവൾ ഫോൺ എടുത്തു അമ്മയുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു. അമ്മേ എന്ന് വിളിക്കുന്നതിനു മുന്നേ പിന്നിൽ നിന്ന് ഒരു തണുത്ത കൈ അവളുടെ വായ അടച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ എന്നെ? ഒരു പുരുഷ ശബ്ദം അവളുടെ ചെവിയിൽ അരികിൽ വന്നു ചോദിച്ചു. ഗോപികയുടെ 2 കണ്ണുകൾ തുറന്നു. ശ്വാസം എടുക്കാൻ പറ്റാതെ അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. സമയം അവൾക്ക് ഭയം മാത്രമല്ലായി അപരാധബോധം ഉണ്ടായി. അന്ന് നീ കണ്ടത് ആരോടും പറഞ്ഞില്ലല്ലോ എന്ന് അവൻ ചോദിച്ചു. അതും പറഞ്ഞ് അവൻ തന്നെ അരയിൽ നിന്നും ഒരു കത്തിയെടുത്തു. അടുത്ത ദിവസം രാവിലെ ഗോപികയുടെ മൃതദേഹം വീട്ടിൽ. പോലീസിന്റെ റിപ്പോർട്ട് അജ്ഞാത കൊലപാതകം. പക്ഷേ ഗ്രാമത്തിലെ പഴയവർക്ക് അറിയാം, 2 വർഷം മുമ്പ് ഇതേ വീട്ടിൽ ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു. അത് കൊലപാതകമാണെന്ന് ഗോപിക അത് കണ്ടിരുന്നുവെന്നും അവൾ ആരോടും പറഞ്ഞില്ല. അവൾക്ക് ഭയമായിരുന്നു. ഇപ്പോൾ സത്യം പുറത്തുവരുന്നതിനു മുമ്പേ അവൾ മൗനമായി. രാത്രികളിൽ ആ വീടിനടുത്ത് ചെന്നാൽ ഒരു പെൺകുട്ടിയുടെ ശബ്ദം ഇന്നും കേൾക്കാം.